അപ്പോൾ അങ്ങനെ ഹലാക്കിൻ്റെ അവലും കഞ്ഞി ഇന്ന് ഇവിടെ ഒരു ഉത്രാട സദ്യയാണ് കേട്ടോ. ഉത്രാടമൊക്കെ കഴിഞ്ഞു, ഇപ്പോഴാണ് ഇതൊന്നും ഇടാൻ പറ്റിയത്. അപ്പോൾ ദേ ഒരു ഉത്രാടത്തിൻ്റെ ഒന്ന് സദ്യയൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ റയാൻ എൻ്റെ പ്രസിഡൻറ്റ് ടീം അവർക്ക് കുറച്ച് ദിവസം ഓണമൊക്കെ ആയതുകൊണ്ട് അവർ റൂട്ടൊക്കെ നിർത്തി പോവുകയാണ് ഗൈസ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കൂടാൻ വേണ്ടി നമ്മളൊരു ഉത്രാട സദ്യയൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. രാവിലെ 5:30 മണിക്ക് തുടങ്ങിയ പണിയാണ് മക്കളെ. 11 മണിയായപ്പോൾ എന്തായാലും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദേ സദ്യയൊക്കെ സെറ്റാക്കി ദേ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ വിളമ്പുന്നതിനൊക്കെ ഒരു ചിട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിളമ്പാനൊന്നും അറിയത്തില്ല, നമ്മളെല്ലാം അവിടെ കൊണ്ടുവച്ചു, അവരെല്ലാം വിളമ്പി. അങ്ങനെ ദേ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ദേ കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് എല്ലാവരും അത് കുറച്ച് ടേബിൾ 2 ആക്കിയിട്ടു കേട്ടോ. പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ ടേബിളിലാക്കി. ഇലയായതുകൊണ്ട് കുറച്ച് വിശാലമായിട്ടിരുന്ന് കഴിക്കണമല്ലോ, പ്ലേറ്റ് പോലല്ലോ. അങ്ങനെ ദേ ലാസ്റ്റ് ബസ് വന്നു കേട്ടോ. ശീത്തേട്ടൻ വന്നു കേട്ടോ. ശീത്തേട്ടൻ എപ്പോഴും ലേറ്റായി വരുന്നത്. ശീത്തേട്ടനുള്ള ഫുഡൊക്കെ നമ്മൾ നേരത്തെ ഇലയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ദേ എല്ലാവരും ഭയങ്കര അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ റയാനും അക്കൂനും ഇപ്പോഴത്തെ ടേബിളിലെത്തിയ റയാനും പിന്നെ കഴിക്കുന്നുണ്ട്, സദ്യയല്ലേ. അങ്ങനെ ദേ എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇനി കുറച്ച് ദിവസം ഇവർ വരുത്തില്ല എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. എന്ന് വെച്ചാൽ നമ്മളൊരു കൂടപ്പുറപ്പുകളെ കണക്കാട്ടോ. എല്ലാവരും ഭയങ്കര അറ്റാച്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ദേ എല്ലാവരും കഴിച്ചിട്ട് കുറ്റവും പറയുന്നുണ്ട്, നല്ലതും പറയുന്നുണ്ട്. എൻ്റെ അല്ലോ, എനിക്കിതൊക്കെ കണ്ടിട്ടാണെങ്കിൽ വിശന്നിട്ട് വയ്യ പുല്ല്. നിങ്ങളാരും എണീക്കുന്നതുമില്ല. ഞാൻ പയ്യെ ഞൂന്ന് കയറി ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഇല സ്ഥാപിച്ചു ഗൈസ്. അപ്പോഴത്തേക്ക് അവർ പായസം വരെ എത്തി. ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഒരു ഇല കുത്തിക്കയറ്റി ഗൈസ് അവിടെ. അങ്ങനെ ദേ ഞാനും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇരുന്നു കേട്ടോ. ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി. അടിപൊളി സദ്യയാണ് കേട്ടോ, നല്ല അഭിപ്രായമാണ് എനിക്കും. അപ്പോൾ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.